ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചുരക്ക കൊണ്ടൊരു പുളിശ്ശേരിയാണ്. ഇത് പലർക്കും അറിയായിരിക്കും, എങ്കിലും യൂട്യൂബിലൊന്നും അധികം ആരും വീഡിയോ ഇട്ട് കണ്ടിട്ടില്ല. ഇത് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി തുടർന്ന് കാണാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചുരക്ക ഒരു മീഡിയം സൈസ് തോല് കളഞ്ഞ് മുറിച്ചെടുത്തത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, പച്ചമുളക് 3 എണ്ണം അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിന്, കറിവേപ്പില 1 തണ്ട്, വെള്ളം 1 മുതൽ 1.5 കപ്പ് വരെ, ഉപ്പ് ആവശ്യത്തിന്. ഇനി അരപ്പിനായിട്ട് തേങ്ങ തിരുമ്മിയത് 1/2 കപ്പ്, ജീരകം 1/4 ടീസ്പൂൺ, ഉലുവ വറുത്ത് പൊടിച്ചത് 2 നുള്ള്, പുളിയുള്ള കട്ട തൈര് 1.5 കപ്പ് അല്ലെങ്കിൽ പുളിക്ക് ആവശ്യത്തിന്. ഇനി താളിക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1 നുള്ള്, ഉണക്കമുളക് 3 എണ്ണം കീറിയത്, കറിവേപ്പില 1 തണ്ട്, മഞ്ഞൾപ്പൊടി 1 നുള്ള്. ഇനി ചുരക്ക പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതേപോലത്തെ ഒരു മീഡിയം സൈസ് ചുരക്കയാണ് എടുക്കുന്നത്. ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ തോല് കളയണം. പിന്നെ അതിൻ്റെ അകത്തുള്ള കുരു എല്ലാം കളഞ്ഞിട്ട് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. അരിഞ്ഞതിന് ശേഷം ഇത് കഴുകേണ്ട കാര്യമില്ല, തോലോടുകൂടി തന്നെ നല്ലതുപോലെ കഴുകിയെടുത്താൽ മതി. ഇപ്പം ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി കറിയാക്കാം. ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്ക ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം, ഒരു നിറത്തിന് വേണ്ടിയിട്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എരിവിനായിട്ട് 2-3 പച്ചമുളക് നടുക്കൂടൊന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർക്കാം. ആ ചുരക്കി ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചേർത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചുരക്കി നല്ലതുപോലെ വേകാൻ ഒരു 15-20 മിനിറ്റോളം എടുക്കും. എളുപ്പത്തിന് വേണമെങ്കിൽ മൺചട്ടിയിൽ ചെയ്തതിന് പകരം പ്രഷർ കുക്കറിലിട്ട് 1-2 വിസിലടിപ്പിച്ചെടുത്താലും മതി. ഇനി ഇത് അടച്ചു വെച്ച് ചുരക്ക നല്ല വെന്തുടയുന്ന പരുവം വരെ വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്തിട്ടില്ലെങ്കിൽ ചുരക്കയുടെ ഒരു പച്ച ടേസ്റ്റ് നമുക്ക് കറിയിലേക്ക് വരും. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തിരുമിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഈ ജീരകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ്, ചെറിയ ജീരകമാണോ വലിയ ജീരകമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് നമ്മൾ തോരനകത്തൊക്കെ അരച്ച് ചേർക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ, പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ജീരകമാണിത്. അപ്പോൾ ഈ തേങ്ങയും ജീരകം കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് വേണം. അപ്പോൾ ഏകദേശം 1.5 കപ്പോളം വീട്ടിലുണ്ടാക്കിയ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്ത് ആയി കിട്ടും. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം ചുരയ്ക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോഴും ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ കറി ഒരുപാട് അങ്ങ് കുറുകി പോവും. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ മാങ്ങാക്കറിയോ അല്ലെങ്കിൽ തൈരൊക്കെ ചേർത്ത് പുളിയുള്ള കറികൾ വെക്കുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് പച്ചത്തേങ്ങയല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി ചെറിയ തീയിൽ ഒരു 5 മിനിറ്റോളം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതിൽ നിന്ന് ആവി വരാൻ തുടങ്ങി, ആ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത തൈര് ചേർക്കാം. ഇത് പിന്നെ നാട്ടിലെ തൈരിൻ്റെ അത്രയും പുളിയില്ല, അപ്പം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതനുസരിച്ച് ചേർത്താൽ മതി. ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നല്ലപോലെ ഇളക്കി ആ മോരൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അറിയാമല്ലോ, മോര് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ തന്നെ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിക്കുന്നതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 നുള്ള് ഉലുവ ചേർക്കാം.
ഇനി ഉലുവയുടെ നിറം ഒന്ന് മാറിക്കഴിയുമ്പോൾ 3 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ കുറച്ച് നിറത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഈ താളിച്ചത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ചോറിനോടൊപ്പം സെർവ് ചെയ്യാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ചുരക്ക കൊണ്ടുള്ള പുളിശ്ശേരി റെഡിയായി. ഇത് നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരിയുടെ ഒക്കെ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ചോറിനോടൊപ്പം സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.